എന്താണ് ഇസ്ലാം? 40 വയസ്സായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ആവശ്യപ്പെട്ടു വായിക്കുവാൻ. അവിടുന്ന് മറുപടി പറഞ്ഞു, ഇല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. വളരെ സത്യസന്ധമായ ഒരു മറുപടി. അതേ സ്ഥാനത്ത് 90 വയസ്സായ എന്നോട് താങ്കൾ ചോദിക്കുന്നു, എന്താണ് ഇസ്ലാം? അപ്പോൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെയുള്ള ഒരു മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തോടൊപ്പം നബി ഉണ്ടായിട്ടില്ല, എൻ്റെ ഒപ്പം നബിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇസ്ലാം എന്താണ് എന്നെനിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയേണ്ടത് വരും ഇസ്ലാം എന്താണെന്ന്. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ കണ്ട് കാണുന്ന ഈ ലോകത്തിൻ്റെ മതം, അതാണ് ഇസ്ലാം. ഈ ലോകം എന്ന് പറയുമ്പോൾ ഈ ഭൂമി അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ ഇവിടെ എന്താണോ ഉണ്ടാകേണ്ടത് അത് അള്ളാഹു മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഘടന. അപ്പോൾ ഈ ഭൂമിയിൽ എന്താണോ നിലനിൽക്കേണ്ടത് അതാണ് ഇസ്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാമല്ലാത്ത ഒന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഭൂമി അള്ളാഹുവിൻ്റേതാണ്, ലോകം അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ദൗത്യമാണ് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടുന്ന ഏക വ്യവസ്ഥ അതാണ് ഇസ്ലാം എന്നാണ് അതിന് ഒറ്റവാക്കിൽ മറുപടി പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഇസ്ലാം എന്താകുന്നു എന്ന് പറയുമ്പോൾ അതല്ലാത്തതൊന്നും ഇസ്ലാമല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഘടനയ്ക്ക് ചേരാത്തതാണ്. ഇവിടെ എന്താണ് നിലനിൽക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി, നടപ്പിലാക്കുവാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ പ്രവാചകനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് എന്താണോ പിന്നെ നമുക്ക് പ്രായോഗികമായിട്ട് വരച്ച് കാണിച്ചു തന്നത്, ജീവിച്ച് കാണിച്ചു തന്നത്, ചെയ്ത് കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്, അതാണ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു? അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അർഹത എനിക്കില്ലല്ലോ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്താണ് ഇവിടെ നിർവഹിക്കേണ്ടത് എന്ന് അള്ളാഹു കൽപ്പിച്ച് അരുളിയിട്ടുണ്ട്. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ്. അതെന്താകുന്നു എന്നൊന്നും വിവക്ഷിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. അപ്പോൾ ആ ദൗത്യം നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെ സമഗ്രമായിട്ട് സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരുന്നത്. അത് അഭംഗുരം, അങ്ങേയറ്റം കൃത്യമായിട്ട് നിർവഹിച്ച് തന്നിട്ടുമുണ്ട്. ഞാൻ നിർവഹിച്ച് തന്നിട്ടില്ലേ എന്ന് ഹജ്ജത്തുൽ വിദായിലെ അവിടുത്തെ പ്രഭാഷണത്തിൽ അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി തന്നിട്ടില്ലേ എന്ന്. അവർ പറഞ്ഞു, ഓ, തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ദൗത്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രഖ്യാപിച്ചതാണ് ദൗത്യം. അത് നടപ്പിലാക്കിയിട്ടാണ് അവിടെ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയത്. ആ ദൗത്യം നമ്മളിപ്പോൾ കാണുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം 5 കാര്യമാണല്ലോ ഇസ്ലാം. അതാണല്ലോ ഇസ്ലാം കാര്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത്. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, വിശ്വാസം, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. അതവിടെ നിന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങേയറ്റം 1% വഴിതെറ്റാതെ കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പഠിപ്പിച്ച് തന്നിട്ടില്ല എന്ന് ലോക മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ലോക സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും മറിച്ച് പറയാൻ കഴിയില്ല. ഈ അന്തരീക്ഷം അതിന് തെളിവാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും ഓരോ ചലനത്തിലും പുറകിൽ നബിയുണ്ട്. നബിയെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ദൗത്യം എന്താകുന്നു എന്ന് അള്ളാഹു നിയോഗിച്ചു കൊടുത്ത ദൗത്യം ഇസ്ലാമിന് സമഗ്രമായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം 101% അവിടെ നിന്ന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതിന് അള്ളാഹു പോലും സാക്ഷിയാണ്. മുസ്ലിങ്ങൾക്ക് പ്രവാചകനിലും വിശുദ്ധ ഖുർആനിലും ഉള്ള സന്ദേശങ്ങളും മാതൃകകളും എന്തെല്ലാമാണ്? അല്ല, മുസ്ലിങ്ങൾക്ക് സന്ദേശങ്ങളും മാർഗങ്ങളും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്താണോ അള്ളാഹു അവിടുത്തെ നിയോഗിച്ച് നിർദ്ദേശിച്ച് കൊടുത്തിരുന്നത്, അതിൽ കവിഞ്ഞൊന്നും എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരനായ സൃഷ്ടിക്ക് പറയാൻ പറ്റൂലല്ലോ. അത് അള്ളാഹു കൽപ്പിച്ച് അരളി എന്താണോ നിയോഗിച്ച് കൊടുത്തിരുന്നത് അത് വള്ളി പുള്ളി തെറ്റാതെ ഉമ്മത്തിന് അവിടെ നിന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എത്തിച്ചു കൊടുത്തു എന്നുള്ളതിന് ഈ പ്രകൃതി സാക്ഷിയാണ്, ഈ ലോകം സാക്ഷിയാണ്, ഈ ഭൂമി സാക്ഷിയാണ്, ഇപ്പോഴത്തെ ജനസഞ്ചയം സാക്ഷിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഇസ്ലാമാകട്ടെ അല്ലാത്തവനാകട്ടെ മറുത്ത് പറയാൻ ഇവിടെ ഒരു പഴുതും ബാക്കി വെച്ചിട്ടില്ല. ഒരാൾക്കും പറ്റില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊക്കെ ജീവിക്കുന്ന സാക്ഷികൾ വേണം. പൂർത്തിയായ ദീനിൽ പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുവാദം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഖുർആനിലുള്ള ആ ഒരായത്ത് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അക്ഷരങ്ങളിൽ പെശകുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. ഞാനൊരു കിതാബ് ഓതിയ ആളൊന്നുമല്ല. അപ്പോൾ അത് ഒരിക്കലും പാടില്ല എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. അത് മറ്റൊരു നിലക്ക് ഒരാൾക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാനും കഴിയില്ല. കാരണം അത് പൂർത്തിയായ കോമ്പാക്റ്റായ ഒരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഖത്തർ എയർപോർട്ടിൽ പോയിട്ട് കോഴിക്കോടേക്ക് ഖത്തർ എയർവേസിൽ വിമാനത്തിൽ കയറുന്നു. ആ വിമാനം ഖത്തർ എയർവേസിൻ്റെ വിമാനം കോഴിക്കോട് വന്ന് ഇറങ്ങുന്നതിനിടയ്ക്ക് നടുക്കേ കൂടി എന്തെങ്കിലും അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമോ? അതുണ്ടാവില്ലല്ലോ. അതുപോലെ ഇസ്ലാം പൂർത്തിയാക്കിയിട്ട് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയത്. അതിൽ പിന്നെ ആർക്കും ഒരിക്കൽ പോലും ഒന്നും ചേർക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തു കളയുവാനോ ഭേദഗതി വരുത്താനോ ഒരു അവകാശം ഉണ്ടാവില്ല. അതാണല്ലോ 23 കൊല്ലം തുടർച്ചയായിട്ട് നുബുവത്തിൻ്റെ 23 കൊല്ലം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നത് വശറൽ ഉമൂരി മുഹ്ദസാത്തുഹ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു വാക്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഒരു പ്രഭാഷണത്തിലോ കുത്തുബയിലോ അവിടുന്ന് പറയാണ്ട് വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഗൗരവം നിങ്ങൾ ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ എടുത്തു കളയുവാനോ യാതൊരു പഴുതും ഒരിക്കലും ഉണ്ടാവില്ല. അത് ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കടുത്ത തെറ്റും കടുത്ത അപരാധവും അങ്ങേയറ്റം അപലപനീയവുമാണ്.